ഹലോ! വെൽക്കം ടു ഈസി ക്ലാസ് ബൈ മൂസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നോക്കാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ സെക്കൻഡ് സെം ആയ എക്കണോമിക്സ് ആണ്. അപ്പോൾ നമ്മുടെ ബുക്കിൻ്റെ പേര് ബഡ്ജറ്റ് അനലൈസിസ് ആണ്. അതിൽ ഒന്നാമത്തെ മൊഡ്യൂളായ ഇൻട്രൊഡ്യൂഷൻ ടു ദ ബഡ്ജറ്റ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനമായിക്കൊണ്ട് ഫസ്റ്റത്തെ പാർട്ടിൽ നമ്മൾ നോക്കുന്നത് എന്താണ് ബഡ്ജറ്റിൻ്റെ ഡെഫിനിഷൻ, അതേപോലെ മീനിങ്, പിന്നെ അപ്പോൾ ബഡ്ജറ്റ് ഇൻ ഇന്ത്യ, പിന്നെ അതേപോലെ ഫീച്ചേഴ്സാണ് നമ്മൾ ഒന്നാമത്തെ പാർട്ടിൽ നോക്കുന്നത്. ഇനി ബാക്കിയൊക്കെ രണ്ടാമത്തെ പാർട്ടിലായിരിക്കും ഉണ്ടാവുക കേട്ടോ. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ 4 ഇയർ ഡിഗ്രി സ്റ്റുഡൻസിന് വേണ്ടി ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം. അതിലെന്തെങ്കിലും നോട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതിലായിരിക്കും അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ അതേപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ. എന്നാലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരുമല്ലോ. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഇനി എന്താണ് ബഡ്ജറ്റ് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിക്കാണ്ട് നോക്കാം. അതിന് മുമ്പ് ബഡ്ജറ്റ് എന്താണെന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. അതായത് എല്ലാ വർഷവും നടക്കുന്ന ഒരു സംഭവമാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ദിവസം വെച്ചുകാണ്ട് ഇപ്പോൾ ഓരോ സാധനത്തിൻ്റെ വില കൂട്ടലായിക്കോട്ടെ കുറയ്ക്കലായിക്കോട്ടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കൽ, ടാക്സിൻ്റെ കാര്യവും റേറ്റിൻ്റെ കാര്യവും ഒക്കെ തീരുമാനിക്കുന്ന ആ ഒരു സംഭവത്തിനെയാണ് നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് നോട്ടിലേക്ക് പോവാം. ഇൻ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെയ്നിങ് എസ്റ്റിമേറ്റഡ് റിവന്യൂസ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഫോർ ദ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ. അതായത് നമ്മുടെ ഭരണഘടനയിൽ 112ാമത്തെ ആർട്ടിക്കിൾ ഡീൽ ചെയ്യുന്നതാണ് എന്ത് ബഡ്ജറ്റ് എന്നത്. പക്ഷെ നമ്മുടെ ബഡ്ജറ്റ് എന്ന പദം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തില്ല, ഭരണഘടനയിൽ നമ്മുടെ ഉപയോഗിച്ചിട്ടില്ല. അതിന് പകരം എന്താണ് പറയൽ, ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ബഡ്ജറ്റിനെ പറയൽ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഫിസിക്കൽ പോളിസി നടപ്പിലാക്കാൻ സർക്കാർ ഉപയോഗിക്കുന്ന പ്രാഥമിക ഉപകരണമാണ് എന്ത്, ബഡ്ജറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ബഡ്ജറ്റ് എന്ന വേർഡ് ഫ്രഞ്ച് വേർഡായ ബൂഗേറ്റ് എന്ന വേർഡിൽ നിന്നാണ് ഡെറിവേഡ് ചെയ്തു വന്നത്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ലെതർ ബാഗ് എന്നാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ബഡ്ജറ്റ് നടക്കുന്ന ടൈമിൽ ഇപ്പോൾ ആരാണോ അത് പറയുന്നത് അയാളുടെ അടുത്ത് ആകെ എന്താ ഉണ്ടാവില്ലേ, ഒരു ബാഗ് മാത്രമായിരിക്കും ഉണ്ടാവില്ലല്ലേ. ആ ബാഗിൻ്റെ അകത്തായിരിക്കും ഡോക്യുമെൻ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു വേർഡ് വന്നത്, ബഡ്ജറ്റ് എന്നൊരു വേർഡ് വന്നത് കേട്ടോ. Union Finance Minister would keep the documents up in it and present them to the Parliament. അതായത് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ അല്ലെങ്കിൽ കേന്ദ്ര ധനമന്ത്രി രേഖകൾ ആ ഒരു ബാഗിൽ സൂക്ഷിക്കുകയും അതേപോലെ പാർലമെന്റിൽ അവതരിപ്പിക്കുകയും ചെയ്യും. ദ ടേം ബഡ്ജറ്റ് ഈസ് നോട്ട് ഗീവൺ ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂഷൻസ്. അതായത് എന്താണ്, ഭരണഘടനയിൽ നമ്മുടെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞ നെയിം ഇല്ല, നമ്മൾ ആദ്യം പറഞ്ഞു. അതിൻ്റെ പകരം എന്താണ് ഉള്ളത്, ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് പറയൽ. പിന്നെ അതേപോലെ തന്നെ ബഡ്ജറ്റ് നടക്കുന്ന ടൈമിൽ ഓരോ സാമ്പത്തിക വർഷത്തിലും ഗവൺമെൻറ് കഴിഞ്ഞ വർഷത്തെ രസീത്തും അതേപോലെ ചെലവും പ്രവചനങ്ങളും എല്ലാം അടങ്ങണ ആ ഒരു ഡോക്യുമെൻറ്റ്സ് കൈമാറണം എന്നാണ് പറയുന്നത്. ആരാണ് ഫിനാൻസ് മിനിസ്റ്റർ, ആ ഒരു വ്യക്തിക്ക് ആ ഒരു ഗവൺമെൻറ് കൈമാറണം എന്നാണ് പറയുന്നത് ഈ ബഡ്ജറ്റിൻ്റെ ടൈമിൽ. ഇനി ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്, പരിമിതമായ സമയത്തിനുള്ളിൽ ഏകദേശ വരുമാനത്തിൻ്റെയും ചെലവുകളുടെയും സർക്കാർ പ്രസ്താവനത്തെയാണ് എന്ത് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. എ ഗവൺമെൻറ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അപ്രോക്സിമേറ്റ് ഇൻകം ആൻഡ് എക്സ്പെൻസ് ഇൻ എ ലിമിറ്റഡ് പീരിയഡ് ഓഫ് ദ ടൈം. ഇവിടെ ബഡ്ജറ്റ് എന്നത് ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റാണ്. പിന്നെ ഒഫീഷ്യലായ ബഡ്ജറ്റിന് പറയുന്ന പേരാണ് ആനുവൽ ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ് എന്നത്. അപ്പോൾ കാലാവധി സാധാരണയായി ഒരു വർഷമാണ്, എല്ലാ വർഷവും മാറും. അപ്പോൾ ഇന്ത്യയുടെ ബഡ്ജറ്റ് വാർഷിക ബഡ്ജറ്റാണ് എല്ലാ വർഷവും. അപ്പോൾ ചേഞ്ച് വരുന്ന എന്താണ് ബഡ്ജറ്റ് ആയതുകൊണ്ടാണ് വാർഷിക ബഡ്ജറ്റാണ് ആനുവൽ ബഡ്ജറ്റ് എന്ന് പറയാൻ കാരണം. ബഡ്ജറ്റ് ഈസ് എ ഫിനാൻഷ്യൽ പ്ലാൻ ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക പദ്ധതിയാണ് ബഡ്ജറ്റ്. അപ്പോൾ ഫിനാൻഷ്യൽ ഇയേഴ്സ് ഓഫ് ദ ഇന്ത്യ 1st ഏപ്രിൽ അപ്പോൾ ടു 31 മാർച്ച്. അപ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഏപ്രിൽ 1 അപ്പോൾ മാർച്ച് 31 ഇനി ഡെഫിനിഷൻസ് ഓഫ് ബഡ്ജറ്റ് നോക്കാം. 3 ഡെഫിനിഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഡെഫിനിഷനാണ് ചാൾസ് ബാസ്ബിൾ പറയുന്ന ഡെഫിനിഷൻ എന്താന്ന് നോക്കാം. ഒരു ബഡ്ജറ്റ് ഒരേ സമയം എസ്റ്റിമേറ്റുകളുടെയും നിർദ്ദേശങ്ങളുടെയും ഒരു റിപ്പോർട്ടാണ്. അത് സാമ്പത്തിക ഭരണത്തിൻ്റെ എല്ലാ പ്രക്രിയകളും പരസ്പര ബന്ധിതവും ഏകോപിതവുമാകുന്ന ഉപകരണമാണ് എന്നാണ് ചാൾസ് ബാസ്ബിൻ പറയുന്നത്. ഇനി എന്താണ് ബ്രോൺസിൻ്റെയും
ഹോൾവാർഡിന്റെയും അഭിപ്രായത്തിൽ ബഡ്ജറ്റ് എന്ന് നോക്കാം. ഒരു നിശ്ചിത കാലയളവിൽ മാനേജ്മെന്റ് നയത്തിന്റെ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ബഡ്ജറ്റ്. അത് യഥാർത്ഥത്തിൽ നേടിയ ഫലങ്ങളുമായി താരതമ്യപ്പെടുത്തുന്നതിനുള്ള ഒരു മാനദണ്ഡം നൽകുന്നു എന്നതാണ് ബ്രൗൺസിന്റെയും ഹോൾവാർഡിന്റെയും അഭിപ്രായത്തിൽ. ഇനി നമുക്ക് പ്രൊഫസർ റേനെ സോൺ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. ബഡ്ജറ്റിനെ പറ്റി പൊതുവരുമാനത്തിന്റെയും ചെലവിന്റെയും പ്രാഥമിക അംഗീകൃത പദ്ധതി അടങ്ങുന്ന ഒരു രേഖയാണ് ബഡ്ജറ്റ് എന്നാണ് പ്രൊഫസർ റേനെ സ്റ്റോൺ പറയുന്നത്. ഇനി പറയാനുള്ള ടോപ്പിക്കാണ് ബഡ്ജറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ ബഡ്ജറ്റിനെ പറ്റിയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെ കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയുടെ 112 ആർട്ടിക്കിളിൽ നമ്മുടെ യൂണിയൻ ബഡ്ജറ്റിലെ കേന്ദ്ര ബഡ്ജറ്റിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ബഡ്ജറ്റ് പ്രിപ്പറേഷൻ ഇൻ ഇന്ത്യ ഈസ് ദ ഓർഗനൈസ്ഡ് വേ ടു അലോക്കേറ്റ് റിസോഴ്സ് ആൻഡ് ഇൻ ഇമ്പോർട്ടൻറ്റ് കോമ്പോണന്റ് ഓഫ് എക്കണോമിക് പോളിസീസ്. അതായത് ഇന്ത്യയിലെ ബഡ്ജറ്റ് തയ്യാറാക്കൽ എന്നത് റിസോഴ്സിൻ്റെയും അതേപോലെ സാമ്പത്തിക നയങ്ങളുടെ ഒരു പ്രധാന ഘടകവും വിനിയോഗിക്കുന്നതിനുള്ള സംഘടിത മാർഗമാണ്. അതായത് എന്താണ് ബഡ്ജറ്റിലെ റിസോഴ്സും അതേപോലെ സാമ്പത്തിക കുറയ്ക്കണോ കൂട്ടാനോ എന്തൊക്കെ എത്ര നമ്മുടെ ബഡ്ജറ്റിൽ മെയിനായിട്ടാണ് നോക്കൽ നമ്മുടെ ആ ഒരു വർഷം നമുക്ക് എത്ര ചെലവഴിച്ചു, ഇനി എത്ര ചെലവഴിക്കണം കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ബഡ്ജറ്റിൽ പറയുന്നത് കേട്ടോ. ആർട്ടിക്കിൾ 112 എന്ന് പറഞ്ഞ യൂണിയൻ ബഡ്ജറ്റാണ് നോക്കുന്നതെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് ബഡ്ജറ്റാണ് ആർട്ടിക്കിൾ 202 അതായത് 202 നോക്കുന്നത്. നമ്മുടെ സ്റ്റേറ്റ് ബഡ്ജറ്റ് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റാണ് അതിൽ നോക്കുന്നത്. അതാണ് ഭരണഘടനയിൽ ഉള്ളത്. ഇനി എന്താണ് നമ്മുടെ ഇന്ത്യയിൽ കേന്ദ്ര ബഡ്ജറ്റ് വർഷം തോറും ധനമന്ത്രാലയത്തിന്റെ സാമ്പത്തിക കാര്യ വകുപ്പിന്റെ ബഡ്ജറ്റ് വിഭാഗമാണ് ആ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഈ ബഡ്ജറ്റിന് ഇന്ത്യയുടെ ബഡ്ജറ്റിനെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് ഇന്ത്യയിലെ ബഡ്ജറ്റ് പ്രക്രിയ എങ്ങനെ ഡെവലപ്മെന്റ് ചെയ്തു എന്ന് നോക്കാം. ഒന്നാമത്തെ ബഡ്ജറ്റ് ഇൻ ഇന്ത്യ ആസ് ആനുവൽ ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ്. അതെന്താ ഡീറ്റെയിൽ ആയിക്കാണ് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിലെ ബഡ്ജറ്റിനെ പറയുന്നതാണ് ആനുവൽ ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് എന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റിന് നമ്മുടെ ഭരണഘടനയിൽ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. പകരം ഭരണഘടനയിലെ ആർട്ടിക്കിൾ 112 കീഴിൽ പറയുന്നത് ആനുവൽ ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് എന്നതാണ്. ഒരു സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ കണക്കാക്കിയ വരവ് ചെലവുകളുടെ ഒരു പ്രസ്താവനയാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. കൂടാതെ ബഡ്ജറ്റ് ഡോക്യുമെന്റുകൾ എന്ന് പൊതുവെ പരാമർശിക്കപ്പെടുന്ന മറ്റു ചില ഘടകങ്ങളും ബഡ്ജറ്റ് ഉൾപ്പെടുന്നുണ്ട്. അതായത് ബഡ്ജറ്റിൽ എന്തൊക്കെയാണ് വരവ് ചെലവ് കണക്കും അതേപോലെ ചില ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ എന്താണ് പ്രസന്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇതിൽ പറയുന്നത്. ഇനി രണ്ടാമത്തേതാണ് മെർജിങ് ഓഫ് റെയിൽവേ റെയിൽവേ ബഡ്ജറ്റ് ഇൻടു ജനറൽ ബഡ്ജറ്റ്. റെയിൽവേ ബഡ്ജറ്റ് പൊതു ബഡ്ജറ്റുമായി ലയിപ്പിച്ചത് ഇന്ത്യയിലെ പ്രധാന ബഡ്ജറ്റ് പരിഷ്കരണങ്ങളിൽ ഒന്നാണ്. ഇന്ത്യൻ ബഡ്ജറ്റ് ഡെവലപ്മെന്റ് ചെയ്ത ടൈമിൽ അതിന്റെ മുമ്പ് 2 ബഡ്ജറ്റ് ആയിരുന്നു ഉണ്ടായത്. ഒന്ന് റെയിൽവേ ബഡ്ജറ്റ് പിന്നെ പൊതു ബഡ്ജറ്റും. അത് രണ്ടും കൂടി പിന്നെ എന്താക്കി കൂട്ടി 2016 രണ്ടും കൂടി കൂട്ടിക്കാണ്ട് ഒരു ബഡ്ജറ്റ് ആക്കി. നമ്മുടെ ഇന്ത്യയിൽ ആകെ ഒരു ബഡ്ജറ്റേ ഉള്ളൂ. നമുക്ക് ഡീറ്റെയിൽ ആയിക്കാണ് നോക്കാം. till 2017 the government of India has two budgets, the railway budget and the general budget. 2017 വരെ ഇന്ത്യൻ സർക്കാരിന് 2 ബഡ്ജറ്റുകൾ ഉണ്ടായിരുന്നു. റെയിൽവേ ബഡ്ജറ്റും പൊതു ബഡ്ജറ്റും. അതായത് റെയിൽവേ മന്ത്രാലയത്തിന്റെ വരവ് ചെലവുകളുടെ കണക്കുകൾ മാത്രം ഉൾപ്പെടുത്തി റെയിൽവേ മന്ത്രാലയം പ്രത്യേകം റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. മറുവശത്ത് റെയിൽവേ ഒഴികെയുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ എല്ലാ മന്ത്രാലയങ്ങളുടെയും വരവുകളുടെയും ചെലവുകളുടെയും കണക്കുകൾ പൊതു ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1924 ഇത് ആരംഭിച്ച റെയിൽവേ ബഡ്ജറ്റും അതേപോലെ കേന്ദ്ര ബഡ്ജറ്റും. രണ്ടും വേറെ വേറെ ആയിക്കാണ്ടാണ് തുടർന്ന് പോകുന്നത്. 2016 സെപ്റ്റംബറിൽ റെയിൽവേ ബഡ്ജറ്റും പൊതു ബഡ്ജറ്റും ലയിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചു. അതായത് പ്രത്യേക റെയിൽവേ ബഡ്ജറ്റ് നിർത്തലാക്കി. അത് ഇപ്പോൾ പൊതു ബഡ്ജറ്റിന്റെ ഭാഗമാണ്. അതിനാൽ ഇന്ത്യ ഗവൺമെന്റിന് ഇപ്പോൾ ഒരു ബഡ്ജറ്റ് മാത്രമേ ഉള്ളൂ, അതായത് കേന്ദ്ര ബഡ്ജറ്റ് മാത്രം. രണ്ടും കൂടി കൂട്ടി എന്നാണ് പറയുന്നത് 2016.
ഇനി മൂന്നാമത്താണ് എലിമിനേറ്റിംഗ് ദി ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാൻ ആൻഡ് നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ. അതായത് പദ്ധതിയുടെയും പദ്ധതിയേതര ചെലവുകളുടെയും വർഗീകരണം ഒഴിവാക്കി, ക്ലാസിഫിക്കേഷൻ ഒഴിവാക്കി എല്ലാം കൂടി ഒരു ബഡ്ജറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന രൂപത്തിലാക്കി. ആ ഒരു സംഭവം ഇല്ലാത്ത അപ്പം ആ ഒരു സംഭവം ഇല്ലാതെ ബാക്കിയെല്ലാം നമ്മുടെ ചെലവും വരുന്ന വരുമാനവും കാര്യങ്ങളും മാത്രം നോക്കുന്ന രീതിയിൽ കേന്ദ്ര ബഡ്ജറ്റാക്കി എന്നതാണ് പറയുന്നത്. അപ്പോൾ 2016-17 കേന്ദ്ര ബഡ്ജറ്റ് 2017-18 മുതൽ പ്രാബല്യത്തിൽ വരുന്ന പദ്ധതി അപ്പം അതായത് പ്ലാൻ ആൻഡ് നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ ക്ലാസിഫിക്കേഷൻ നീക്കം ചെയ്തു. അപ്പോൾ സർക്കാർ ചെലവുകളുടെ റവന്യൂ ക്യാപിറ്റൽ വർഗീകരണത്തിൽ ക്ലാസിഫിക്കേഷനിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചു. അതേപോലെ ആസൂത്രണ കമ്മീഷൻ നിലവിലില്ലാത്ത രീതിയിലാക്കി. പദ്ധതിയിലും പദ്ധതിയേതര ചെലവും തമ്മിലുള്ള വ്യത്യാസം ഇനി പ്രസക്തമല്ല എന്നതാണ് ഈ നടപടിയുടെ പിന്നിലെ യുക്തി. അതായത് പ്ലാൻ ആൻഡ് നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ തികച്ചും അപ്പം കേന്ദ്ര ബഡ്ജറ്റിൽ നിന്ന് ഒഴിവാക്കി, ക്ലാസിഫിക്കേഷൻ ഉണ്ടാവില്ല എന്ന രീതിയിലാണ് പുനഃസ്ഥാപിച്ചത് എന്നാണ് പറയുന്നത്. ഇനി നാലാമത്തെ ചേഞ്ച് ദ ഡേറ്റ് ഓഫ് പ്രസൻറ്റേഷൻ ഓഫ് ദ യൂണിയൻ ബഡ്ജറ്റ്. അതായത് കേന്ദ്ര ബഡ്ജറ്റ് അവതരണ തീയതിയിൽ മാറ്റം വരുത്തിയതാണ് നാലാമത്തെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബഡ്ജറ്റിൽ. ആ ബഡ്ജറ്റ് അവതരണത്തിൻ്റെ സമയം ഫെബ്രുവരിയിലെ അവസാന പ്രവൃത്തി ദിനത്തിൽ നിന്ന് ഫെബ്രുവരി ആദ്യ ദിവസത്തിലേക്ക് നീട്ടുകയാണ് ചെയ്തത്. അതാണ് വന്ന മാറ്റം. ഈ നടപടി അടുത്ത സാമ്പത്തിക വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് ധനവിനിയോഗ ബില്ല് പാസ്സാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബഡ്ജറ്റിന് ഇന്ത്യയിൽ ഇത് പ്രോസസ്സിങ് ബഡ്ജറ്റിലൊക്കെ പറ്റി പറയാനുള്ളത്. ഇനി ഫീച്ചേഴ്സ് ഓഫ് ബഡ്ജറ്റ് എന്താണെന്ന് നോക്കാം. അതിൽ 6 ഫീച്ചേഴ്സാണുള്ളത്. അത് ഏതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടാണ് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ഫീച്ചറാണ് ബഡ്ജറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ ക്യാഷ് ബേസ്ഡ്. അതായത് പണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഡ്ജറ്റ് തയ്യാറാക്കുന്നത്. ശരിയാണ്. ഇപ്പം ബഡ്ജറ്റിൻ്റെ മെയിൻ എന്ന് പറഞ്ഞാൽ എന്തിനെ സംബന്ധിച്ചാണ്? ക്യാഷിനെ സംബന്ധിച്ച് തന്നെയാണ്. അതായത് നമുക്ക് എത്ര ചിലവായി, അല്ലെങ്കിൽ ഇനി എത്ര ചിലവാക്കണം, നമ്മുടെ ആ ഒരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ്റിൽ എത്ര ക്യാഷ് ഉണ്ട്, എല്ലാ കാര്യവും എല്ലാ വർഷവും നോക്കുന്നതിനാണ് നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സാമ്പത്തിക വർഷത്തിൽ അപ്പം ശരാശരി അപ്പോൾ അനുമതി പ്രകാരം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ, അത് ഒരു ക്യാഷ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ കൊടുക്കുന്നതായിക്കണ്ട എല്ലാ കാര്യങ്ങളാണ് എന്ത് ബഡ്ജറ്റിൽ നോക്കുക. ഒരു വർഷത്തിൻ്റെ അവസാനത്തിൽ ചെലവഴിക്കാത്ത ബാലൻസ് എന്താണ് ബഡ്ജറ്റിൽ നോക്കും. ഇപ്പോൾ ഇന്ന സാധനത്തിക്ക് ഇന്ന റേറ്റ് കാര്യങ്ങളൊക്കെ എന്തിനാ തീരുമാനിക്കൽ? ആ ഒരു ബഡ്ജറ്റിലാണ്. അതുകൊണ്ട് തന്നെ പണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഡ്ജറ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതാണ് ഒന്നാമത്തെ ഫീച്ചർ. രണ്ടാമത്തെ ഫീച്ചറാണ് റൂൾ ഓഫ് ലാപ്സ്. The budget is based on the principle of the annuity. We can say that there is one budget for one financial year. But that is the parliament grants money to the government for one financial year. If the granted money is not spent by the end of the financial year, then the balance expire and return to the consolidated fund of the India. അതായത് ബഡ്ജറ്റിൽ അനുവദിച്ച പണം സാമ്പത്തിക വർഷാവസാനത്തോടെ ചെലവഴിച്ചില്ലെങ്കിൽ അത് എക്സ്പയർ ആവും. അപ്പം അതായത് ഇപ്പോൾ ഒരു ബഡ്ജറ്റ് എല്ലാ വർഷവും നടക്കുമല്ലേ. അപ്പോൾ ഒരു ഒരു ബഡ്ജറ്റിൽ ഇത്ര ക്യാഷ് ഒക്കെ പറഞ്ഞാണ്ട് നമ്മുടെ ഗവൺമെൻറ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിലെന്തെങ്കിലും ബാക്കി വന്നാൽ പിന്നെ അത് അടുത്ത ബഡ്ജറ്റിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റൂല എന്നാണ് പറഞ്ഞത്. പിന്നെ ആ ക്യാഷ് എങ്ങോട്ടാ പോവുക? ഇന്ത്യൻ അപ്പോൾ കോൺസുലേറ്റ് ആ ഫണ്ടിലേക്കാണ് ആ ഒരു മണി പിന്നെ പോലെ ബാക്കി വന്ന മണി. അപ്പോൾ അതുകൊണ്ടാണ് ഓരോ ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനത്തിൽ ഉപയോഗിക്കാത്ത മണി ലാപ്സ് ആവുന്നത്. അപ്പോൾ രണ്ടാമത്തെ റൂൾ ഓഫ് ലാപ്പ് എന്താണ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓൾ അപ്രോപ്രിയേറ്റ് ഗ്രാൻസ് ബൈ ദ പാർലമെൻറ്റ് എക്സ്പയർ ഇൻ ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. അതായത് ബഡ്ജറ്റിൽ നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുന്ന മണിയെയാണ് അപ്രോപ്രിയേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അപ്രോപ്രിയേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ആ മാറ്റി വെച്ച മണിയിൽ എന്തെങ്കിലും ബാക്കി വന്നാൽ പിന്നെ നമുക്കത് അടുത്ത വർഷത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ദിസ് പ്രാക്ടീസ് ഈസ് നോൺ ആസ് ദ റൂൾ ഓഫ് ലാപ്സ്. അതിനാണ് നമ്മൾ റൂൾ ഓഫ് ലാപ്സ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഫീച്ചറാണ് റിയലിസ്റ്റിക് എസ്റ്റിമേഷൻ. അതായത് ഒരു ബഡ്ജറ്റ് ടൈമിൽ പല സ്റ്റേറ്റ് ആയിക്കോട്ടെ സ്റ്റാറ്റസിനും അതേപോലെ ഡിപ്പാർട്ട്മെൻറ്റിനും അവരുടെ ഡിമാൻഡ് ബഡ്ജറ്റിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും.
പക്ഷേ ഈ ഡിമാൻഡ് റിയലിസ്റ്റിക് എസ്റ്റിമേഷൻ ആവണം. റിയൽ ആയിക്കാണ്ടില്ല കാര്യങ്ങളാവണം. അപ്പോൾ ഏത് ഡിപ്പാർട്ട്മെന്റും കാര്യങ്ങളും ആ ഒരു ബഡ്ജറ്റിൽ പറഞ്ഞ ടൈമിൽ. അപ്പോൾ ഈ ഒരു റിയലിസ്റ്റിക് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് ഒരു വർഷത്തിലേക്ക് ഉള്ളതും ആവണം എന്നതാണ് പറയുന്നത്. കാരണം ഓരോ വർഷവും ബഡ്ജറ്റ് നടക്കും. അതുകൊണ്ട് ഒരു വർഷത്തിനില്ല കാര്യങ്ങൾ മാത്രമാണ് റിയലിസ്റ്റിക് എസ്റ്റിമേഷനിൽ പറയാൻ വേണ്ടി പറ്റൂ എന്നാണ് പറഞ്ഞത്. ഇതിനെയാണ് റിയലിസ്റ്റിക് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നാലാമത്തെ ഫീച്ചർ എന്താ നോക്കാം. ബഡ്ജറ്റ് ടു ബി ഓൺ ഗ്രോസ് ഓർ നെറ്റ് ബേസ്ഡ് ആണ്. അതായത് ഗ്രോസ് എന്ന് പറഞ്ഞാൽ ഇവിടെ മൊത്തത്തിലുള്ള ബഡ്ജറ്റിനാണ്. അതേപോലെ നെറ്റ് അടിസ്ഥാനത്തിലായിരിക്കണം എന്നതാണ്. ഇനി ബഡ്ജറ്റ് ഈസ് പ്രിപ്പയർഡ് ബോത്ത് ഓൺ ഗ്രാസ് ബേസ്ഡ് ആൻഡ് നെറ്റ് ബേസിസ്. അതായത് മൊത്തം അടിസ്ഥാനത്തിലും നെറ്റ് അടിസ്ഥാനത്തിലുമാണ് ബഡ്ജറ്റ് തയ്യാറാക്കുന്നത്. ഈ ഗവൺമെന്റ് ബഡ്ജറ്റ് പ്രിപ്പയർ ഓൺ എ gross basis means that the budget including the total expenditure and revenue including capital and loans and does not include departmental recoveries. അതായത് അപ്പോൾ സർക്കാർ ബഡ്ജറ്റ് അപ്പോൾ മൊത്ത അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ സർക്കാർ ബഡ്ജറ്റ് അർത്ഥമാക്കുന്നത് ബഡ്ജറ്റിൽ മൂലധനവും വായ്പയും ഉൾപ്പെടെ മൊത്തം ചെലവും വരുമാനവും ഉൾപ്പെടുന്നു. അതായത് മൊത്തം എന്താണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഫുൾ ഇൻക്ലൂഡഡ് ആയിക്കാണ്ട് ഇവയാണ് മൊത്തം ബഡ്ജറ്റ് എന്ന് പറയുന്നത്. കൂടാതെ വകുപ്പ് തല വീണ്ടെടുക്കൽ ഇതിൽ ഉൾപ്പെടുന്നില്ല. അതായത് ഡിപ്പാർട്ട്മെന്റ് ബേസ്ഡ് ആയിക്കാണ്ട് ഇതല്ല, അത് നെറ്റ് ബഡ്ജറ്റ് ബേസിസ് ആണ്. അപ്പോൾ ഡിപ്പാർട്ട്മെന്റും അതേപോലെ മിനിസ്ട്രീസും നോക്കൽ കേട്ടോ. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ ലോൺസ് അതേപോലെ റിവന്യൂ പേഴ്സന്റെ കാര്യം കണക്കൊക്കെ ഏതിലാ നോക്കാൻ അപ്പം നെറ്റ് ബേസ്ഡ് ആണ്. പക്ഷെ നെറ്റ് ബേസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റെയിൽവേ അതേപോലെ ഡിപ്പാർട്ട്മെന്റ് പോസ്റ്റ് ഇതിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ ബഡ്ജറ്റിൽ നോക്കി നെറ്റ് ബേസ്ഡ് ആണ് കേട്ടോ. ഇതാണ് ഗ്രോസ് ആൻഡ് നെറ്റ് ബേസ്ഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. പിന്നെ അഞ്ചാമത്തെ ഫീച്ചർ ആണ് അപ്പോൾ ഫോം ഓഫ് എസ്റ്റിമേറ്റ് ടു കറസ്പോണ്ടിങ് ടു അക്കൗണ്ട്സ്. അതായത് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട എസ്റ്റിമേറ്റുകളുടെ ഫോമിനെ പറ്റിയാണ് ഇനി പറയുന്നത്. അപ്പോൾ ദ ഫോം ഇൻ ദ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ഷുഡ് കറസ്പോണ്ട് ടു ദാറ്റ് ഓഫ് ഗവൺമെന്റ് അക്കൗണ്ട് ഇൻ അനദർ ഫീച്ചർ ഓഫ് ദ ബഡ്ജറ്റ്. അതായത് ബഡ്ജറ്റ് എസ്റ്റിമേറ്റുകളിലെ ഫോം സർക്കാർ അക്കൗണ്ടുകളുടേതുമായി ലിങ്ക് ചെയ്യിക്കുന്നു എന്നതാണ് ബഡ്ജറ്റിന്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്. അപ്പം the logic here is that it is from this account that the performance of the government is judging and estimation for subsequent year made. അതായത് ഗവൺമെന്റ് പ്രവർത്തന വിലയിരുത്തുന്നതും തുടർന്നുള്ള വർഷത്തേക്കുള്ള വിലയിരുത്തലും ഈ അക്കൗണ്ടുകളിൽ നിന്നാണെന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അത് മറിച്ച് എന്താണ് ആ ഡിഫറെന്റ് ഫോംസിലാക്കിയാൽ എന്താവാം, ഈ അക്കൗണ്ട് വേറെ മറ്റേത് വേറെ എന്ന രീതിയിലാക്കിയാൽ എന്താവും, അപ്പോൾ ഫിനാൻഷ്യൽ കൺട്രോൾ വിൽ ഓൾസോ ബിക്കം ഡിഫിക്കൽട്ട്. അതൊരു ഡിഫിക്കൽറ്റി ആവും. അപ്പോൾ ഫിനാൻഷ്യൽ ആയിക്കാണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ആവാനൊക്കെ ഡിഫിക്കൽറ്റി ആവും എന്നതാണ് പറയുന്നത്. ഇതാണ് അഞ്ചാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആറാമത്തെ ഫീച്ചർ നോക്കാം. അപ്പോൾ എസ്റ്റിമേറ്റ്സ് ടു ബി ഓൺ ഡിപ്പാർട്ട്മെന്റൽ ബേസിസ് എന്താണെന്ന് നോക്കാം. അതായത് അപ്പോൾ എവരി ഡിപ്പാർട്ട്മെന്റ് പ്രിപ്പയർസ് എസ്റ്റിമേറ്റ്സ് ഫോർ റെസീപ്റ്റ് ആൻഡ് എക്സ്പെൻഡിച്ചർ സെപ്പറേറ്റ്ലി. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റും അല്ലെങ്കിൽ മിനിസ്റ്റേഴ്സും അവരുടെ അപ്പോൾ റെസീപ്റ്റ് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ സെപ്പറേറ്റ് ആയിട്ട് വേണം ബഡ്ജറ്റിൽ പ്രസന്റ് ചെയ്യാൻ. അപ്പോൾ ഇതിനെയാണ് അപ്പം എസ്റ്റിമേറ്റ് ടു ബി എ ഡിപ്പാർട്ട്മെന്റ് ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ഇനി ബാക്കി ടോപ്പിക്സ് ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാവും.